രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം നാൾ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നവയാണ് പരിപ്പ് വർഗ്ഗങ്ങൾ. പരിപ്പ് വർഗ്ഗങ്ങൾ നമ്മൾ എത്രയോ തരത്തിൽ ഉപയോഗിക്കാറുണ്ട്. പല പല ആവശ്യങ്ങൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. മാംസ്യ സമ്പുഷ്ടമാണ് പരിപ്പ് വർഗ്ഗങ്ങൾ, അതായത് പ്രോട്ടീൻ സമ്പന്നം. ചെറുപയർ, ഉഴുന്ന്, കടല ഇവയുടെയൊക്കെ പരിപ്പിൽ ഏകദേശം 20 മുതൽ 24% 100 ഗ്രാം എടുത്താൽ പ്രോട്ടീൻ ഉണ്ട്. ചെറുപയർ വേഗം ദഹിക്കുമെന്ന ഒരു മേന്മയുമുണ്ട്. ഇതിലൊക്കെ ഏറിയും കുറഞ്ഞും കാൽഷ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ എ, സി, സിങ്ക്, പൊട്ടാസ്യം, കോപ്പർ, ഫോളേറ്റ് എന്നിവയുമുണ്ട്. എല്ലാത്തിലും ധാരാളം നാരുകളുമുണ്ട്. നമ്മൾ പക്ഷേ സാധാരണയായിട്ട് തുവരപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പുമായിട്ട് ഉപയോഗം അങ്ങ് ചുരുക്കാറാണ് പതിവ്. എന്നാൽ ചുവന്ന കളറിൽ മസൂർ ദാലുണ്ട്, മഞ്ഞ കളറിലുള്ള തുവര പരിപ്പുണ്ട്, ക്രീം കളറിൽ ചെറുപയർ പരിപ്പ്, അതുപോലെ തന്നെ വെളുത്ത കളറിലുള്ള ഉഴുന്ന പരിപ്പ്, പിന്നെ കടലപ്പരിപ്പ്. ഇങ്ങനെ ധാരാളമുണ്ട്. ഇന്ന് സൂപ്പർ മാർക്കറ്റിലൊന്ന് പോയി നോക്കുകയേ വേണ്ടൂ. ഇടയ്ക്കെങ്കിലും ഇതൊക്കെ ഒന്ന് തമ്മിൽ ചേർത്തോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു പ്രിപ്പറേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈവൻ പച്ചക്കറികളുടെ കൂടെ വേവിച്ചും ഒന്ന് തോരൻ പോലെയും ഉപ്പേരി പോലെയും ഒക്കെ നമുക്ക് കഴിക്കാൻ ശ്രമിച്ച് നോക്കാം. മധുര പലഹാരങ്ങൾ വരെയും ഇവയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. ഏറ്റവും എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഒരു മോഡലായിട്ട് നമുക്ക് ചെറുപയർ പരിപ്പെടുക്കാം. കഴുകി അതിനുശേഷം നമുക്കിത് പ്രഷർ കുക്കറിലിട്ടാൽ വെന്ത് കിട്ടും. പ്രഷർ കുക്കറിലേക്ക് ഇടുന്ന സമയത്ത് ഒരു അല്പം ഉപ്പും ഒരു ഇത്തിരി നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചക്കറികളോ സ്പൈസസോ ഈവൻ മീറ്റോ ഒക്കെ ചേർത്താൽ പലതരം വകഭേദങ്ങൾ കിട്ടും. പക്ഷെ ഒത്തിരി ഭാവന, ഒരിത്തിരി ബുദ്ധി ഇതൊക്കെ ചേർത്താൽ പാചകം ഗംഭീരമാക്കാം. അപ്പം നമുക്കിന്ന് ഒരു സാധാരണ രീതിയിൽ നമ്മൾ വേവിച്ചെടുത്ത പരിപ്പിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് എണ്ണ അല്ലെങ്കിൽ നെയ്യ്, ബട്ടർ ഇതിലേതെങ്കിലും എടുക്കുക. എന്നിട്ട് ഇത്തിരി കടുക്, ജീരകം, ഉള്ളി, ചുവന്ന മുളക്, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക. എന്നിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം കായം വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച പരിപ്പും ചേർത്താൽ ഒരു കറിയായി. അതിലേക്ക് നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഈ വഴറ്റുന്ന സമയത്ത് കുറച്ച് ഒരു തക്കാളി എടുത്ത് അരിഞ്ഞ് അതും കൂടി ചേർത്ത് വഴറ്റിയാൽ അന്നേരവും ഒരു രുചിഭേദമായി. ഇനി അങ്ങനെയല്ല, കുറച്ചും കൂടി ടേസ്റ്റി ആക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർക്കാം. കുറച്ച് വേവിച്ച് ചതുര കഷ്ണങ്ങളാക്കിയ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ നമ്മൾക്കിതിനു വേണ്ടി ചേർക്കാം. അതല്ല, ഇനി ഇതിന് പകരം ഇത്തിരി ചീരവർഗ്ഗമാണെങ്കിൽ ചീരയോ പാലക്കോ ഒക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഉലുവപ്പൊടിയും ആകാം. ഇപ്പോൾ തന്നെ എത്ര കറിയായി അല്ലേ. അപ്പം പരിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സാമ്പാറും പരിപ്പ് രസവും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയും നമ്മൾക്ക് കറികൾ വയ്ക്കാം. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതുമാണ്. രുചിക്കൂട്ട്. നിർവഹണം ലീന.